വോട്ട് രേഖപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്ഡേഷൻ വൈകുകയാണ്. കഴിഞ്ഞ 40 മിനിറ്റായി ഇതുവരെ കമ്മീഷന്റെ അപ്ഡേഷൻ പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ 11:20-നാണ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്ത്. അപ്പോൾ പോളിംഗ് ശതമാനം 26% സംസ്ഥാന ശരാശരി പിന്നിട്ടു എന്നതായിരുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ഉച്ച സമയമാകുകയാണ്. പോളിംഗ് ശതമാനം കുറയേണ്ട സാഹചര്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ പോളിംഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ ഉയരുന്നുണ്ട്. കമ്മീഷൻ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഭിന്നശേഷിക്കാരന് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയില്ല എന്ന ആക്ഷേപമുയരുന്നു. അവിടെ പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇടപെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുങ്ങുന്നു എന്ന ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് ചാക്ക സ്വദേശി റോബിൻ ദാസിനാണ് ചാക്ക UP സ്കൂളിൽ ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നത്. ഒപ്പം മറ്റിടങ്ങളിൽ സംബന്ധിച്ചും ചില പരാതികളും ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാലും വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന നീക്കമാണ് ഉയരുന്നത്. അതിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവാദത്തിൽ ഇടതുമുന്നണിയും UDF-ഉം ശക്തമായ ആരോപണങ്ങൾ BJP-ക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. മറ്റു മണ്ഡലത്തിലുള്ളവരെ പോലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ട് ചെയ്യിച്ചു എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ നിർണായക രാഷ്ട്രീയം വിധി പറയുന്ന ഇടമാണ് വടകരയും കോഴിക്കോടും. രണ്ടിടങ്ങളിലും രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുന്നത്. പക്ഷേ വോട്ടിംഗ് യന്ത്രങ്ങളിലടക്കം ചില തകരാറുകൾ റിപ്പോർട്ട് ചെയ്തത് രാവിലെ ചില ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിംഗ് ഏതാണ്ട് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ പ്രതികരണമാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും ഒപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിലും ഈ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ ഏതാണ്ട് 18% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം തുടങ്ങിയ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള 18% ആളുകൾ ഇതിനകം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒപ്പം ശക്തമായ മത്സരം നടന്ന വടകര മണ്ഡലത്തിൽ ഏതാണ്ട് 20%-ലേക്ക് ആ പോളിംഗ് ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 20% പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൊയിലാണ്ടിയിൽ 19%, പേരാമ്പ്രയിൽ 19%, തലശ്ശേരിയിൽ 22%-ലധികം ഏറ്റവും അധികം വോട്ടർമാർ വടകര മണ്ഡലത്തിന്റെ കീഴിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തലശ്ശേരി മണ്ഡലത്തിലാണ്. തലശ്ശേരിയിൽ മാത്രം 22%-ലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പലയിടത്തും ചില സാങ്കേതിക തടസ്സങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത് മിക്ക ബൂത്തുകളിലും ഒരു മന്ദഗതിയിൽ വോട്ടിംഗ് വരുന്നതിന് കാരണമായി. ഇപ്പോൾ എല്ലാ ഇടത്തും തന്നെ വലിയ നീണ്ട നിര തന്നെ വോട്ടർമാരുടെ ദൃശ്യമാവുന്ന ഒരു സാഹചര്യമുണ്ട്. പലർക്കും മണിക്കൂറുകളോളം കാത്തു നിന്നാൽ പോലും വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ദിനമാണ്. ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്കും മറ്റും പോകേണ്ട ആളുകളുണ്ട്. നമുക്ക് ഈ അമ്മമാരോടൊക്കെ തന്നെ ചോദിക്കാം. കുറെ നേരമായോ നിങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഒത്തിരി നേരമായി. പതിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? വന്നിട്ടുള്ളൂ. സുഖമില്ല, ഒരു സൈഡ് കൊഴഞ്ഞായതാ. പ്രഷറ് കൂടിയിട്ട്. വോട്ട് ചെയ്തു വന്നിട്ട് വോട്ട് കഴിഞ്ഞു? വോട്ട് ചെയ്തില്ല. തിരക്കായതുകൊണ്ടാണോ? ഇതാണിതുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നിന്നും ഇരുന്നും ഒക്കെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന കാഴ്ച. അവർക്ക് പലർക്കും ഏതാണ്ട് മണിക്കൂറുകളോളം അത് നിന്നാൽ മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയുക എന്നൊരു സാഹചര്യമുണ്ട്. വളരെ സാവധാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തോന്നല്ലേ? ഒരുപാട് നേരമായി. രാവിലെ മുതൽ ഈ തിരക്കുണ്ടോ ഇവിടെ? രാവിലെ നേരത്തെ തിരക്ക്. അതെ, 2 മണിക്കൂറായിട്ട് നിൽക്കുക. അതായത് ഈ വോട്ടർമാരൊക്കെ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി വരിയിൽ നിൽക്കുന്ന ആളുകളാണ്. വരിയിൽ നിന്നാലും തരക്കേടില്ല, വോട്ടവകാശം വിനിയോഗിക്കാമെന്ന് കരുതുന്നവരാണ്. ഈ ന്യൂനപക്ഷ മേഖലകളാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കും മറ്റുമായി ആളുകൾക്ക് നമസ്കാരത്തിന് പോകേണ്ട സമയമുണ്ട്. ആ ഇടവേള, അതിനു മുമ്പ് വോട്ടവകാശം വിനിയോഗിച്ച് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പലരും ക്യൂവിൽ നിൽക്കുന്നത്. നമുക്ക് ഈ വോട്ടർമാരോട് തന്നെ ചോദിക്കാം. ഒരുപാട് നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഒത്തിരി നേരമായോ? ആണല്ലേ? സാവധാനമാണ് നീങ്ങുന്നത്. നീങ്ങുന്നില്ല. എങ്ങനെയാ? കുറെ നേരമായി. എങ്ങനെയാ ഇത് വോട്ട് ചെയ്തിട്ട് ഇപ്പൊ പോകുന്നുള്ളതെന്ന് വെച്ചാൽ നിൽക്കാൻ? അതെ അതെ, കുറെ നേരമായി നിൽക്കുന്നത്. ഇവിടെ വരി നീങ്ങുന്നില്ല. 6:30 വന്നിക്ക്. ഇതിപ്പോ എന്തായാലും ചെയ്തിട്ട് പോവാം. ചെയ്തിട്ട് പോവാം. എന്തായാലും ചെയ്തിട്ടേ പോവും.
എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് വരിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ചെയ്തിട്ട് പോകാമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. അതിനിടയിൽ പലയിടങ്ങളിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും തകരാറിലായ വോട്ടിംഗ് യന്ത്രങ്ങൾ അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളില്ല എന്നും പരാതി വരുന്നുണ്ട്. കോഴിക്കോട് ടൗൺ ബൂത്ത് നമ്പർ 16 ഒരു LDF ബൂത്ത് ഏജന്റ് അനീസ് അഹമ്മദ് എന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നു. ഒപ്പം കക്കോടിയിൽ ഈ പല വോട്ടർമാർക്കും മഷി പതിക്കാതെയാണ് തിരിച്ചയച്ചതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മഷി പതിക്കുന്നതിനായി മറന്നുപോയതാണ് ഇത്തരത്തിൽ വിരലിൽ മഷി പതിക്കാതെ നിൽക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ പറയും ഈ ഓപ്പൺ വോട്ട് മാത്രം പോകുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യേ. എങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ ആരും ചെയ്യാൻ അനുവദിക്കുന്നില്ല? അല്ല, അത്ര നേരമായി ഇവിടെ ഇരിക്കുന്നത്. രാവിലെ വന്നിരിക്കുന്നില്ലേ, 7 മണിക്കൊക്കെ വന്നവരാണ്. അതാണ് പറയുന്നത്. അതാണ് വടക്കൻ കേരളത്തിന്റെ ചിത്രം. വടക്കൻ കേരളത്തിൽ വലിയ തിരക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഇടപെടണം. ഇപ്പോൾ കോട്ടയത്ത് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുകയാണ്. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അല്പസമയത്തിനകം വോട്ട് ചെയ്യും. അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യമാണ് നമ്മൾ തത്സമയം കാണുന്നത്. എന്തായാലും ജനാധിപത്യത്തിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എല്ലാവരും വരികയാണ്. പ്രമുഖരുണ്ട്, പ്രശസ്തരുണ്ട്, സാധാരണക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെ വോട്ടവകാശമുള്ള എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തുകയാണ്. കനത്ത ചൂടാണ്. പക്ഷേ ആ ചൂടിനെ അവഗണിച്ചുകൊണ്ടും അല്പസമയം മുമ്പ് ആ വീട്ടമ്മയൊക്കെ പറയുന്നത് പോലെ തങ്ങൾ എത്ര കാത്തു നിന്നാലും വോട്ടവകാശം വിനിയോഗിച്ച ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ അദ്ദേഹം കോട്ടയത്ത് വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തി പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ച് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. എന്തായാലും എല്ലാ സഭാ നേതൃത്വത്തിലുള്ളവരും മറ്റ് ആത്മീയാചാര്യന്മാരും സമുദായ നേതാക്കളും എല്ലാവരും രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ ഈ സമുദായ സംഘടനകൾക്കും രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ട്. കാരണം അവർ എല്ലാവരും ഈ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന സന്ദേശം കൈമാറുന്നുണ്ട്. പക്ഷേ ഇത്തവണ കൃത്യമായ രാഷ്ട്രീയം സ്വീകരിക്കാതെയാണ് പല സഭകളും നിലപാടെടുത്തിരിക്കുന്നത് എന്ന ശ്രദ്ധേയമാണ്. ഓർത്തഡോക്സ് സഭ എടുത്തിരിക്കുന്ന നിലപാട് നിഷ്പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആർക്കും അനുകൂലമല്ല. സഭാംഗങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നത് അവർക്ക് തീരുമാനിക്കാം. അവർക്കറിയാം, തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് സഭാ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുകയാണ്. ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ച. ജി ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ വോട്ട് ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലും പ്രമുഖരടക്കം വോട്ട് ചെയ്യുന്നതും കാഴ്ചയിലുണ്ട്. നമുക്ക് ശ്രീജിത്തിലേക്കൊക്കെ വരാം. എന്തായാലും സഭാധ്യക്ഷൻ അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ